എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കൊടകരിയം പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂൺ 19, കൊല്ലവർഷം 1201 ഇടവം 5. ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ പ്രാദേശിക പേജുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. ഇന്ന് വായനാ ദിനമായതുകൊണ്ട് തന്നെ പത്രത്താളുകളിൽ വായനയുടെ വസന്തമാണ് കാണാൻ കഴിയുന്നത്. ജന്മഭൂമിയുടെ പ്രാദേശിക പേജിൽ കൊടകര ഉണ്ണി എഴുതിയ 2 വായനാദിന സ്റ്റോറികൾ വളരെ ആകർഷകമായി നൽകിയിട്ടുണ്ട്. പുസ്തകങ്ങളുമായി വായനക്കാരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന നമ്മുടെ യുവ എഴുത്തുകാരൻ ഷെഫി കൊട്ടാരത്തിനെ കുറിച്ചുള്ള വേറിട്ടൊരു സ്റ്റോറിയാണ് മാധ്യമം പത്രം ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇതുപോലെ ദീപിക, മനോരമ, മാതൃഭൂമി, കേരള കൗമുദി തുടങ്ങി ഒട്ടുമിക്ക പത്രങ്ങളിലും വായനാ ദിനവുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന വാർത്തകൾ നമുക്ക് വായിക്കാൻ കഴിയും. കൊടകരയിൽ നടന്ന കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വാർത്തയാണ്. എല്ലാ പത്രങ്ങളും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. കൊടകര സഹൃദയ കോളേജിൽ നടന്ന PN പണിക്കർ അനുസ്മരണവും ഒപ്പം കോളേജിലെ പുതിയ അധ്യയന വർഷത്തെ ദീക്ഷാരംഭ പരിപാടിയുടെ വിശേഷങ്ങളും മാധ്യമവും കേരള കൗമുദിയും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രമസമാധാന വാർത്തകളിലേക്ക് വന്നാൽ കൊടകരയിൽ സഹപ്രവർത്തകനെ കുപ്പികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒഡീഷ സ്വദേശി അറസ്റ്റിലായ വിവരം മിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില പ്രധാന വാർത്തകളുമുണ്ട് ഇന്നത്തെ പത്രങ്ങളിൽ. മോനൊടി പട്ടികജാതി ഉന്നതിയിലേക്കുള്ള റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്ത മാതൃഭൂമിയിൽ കാണാം. മാരാങ്കോട് തേക്കുതോട്ടത്തിൽ കുടിൽകെട്ടി താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ച സചിത്ര വാർത്താ മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനോരമയുടെ ഒരു പ്രധാന അറിയിപ്പുമുണ്ട്. പുതുക്കാട് മണ്ഡലത്തിലെ വികസന ആവശ്യങ്ങൾ KK രാമചന്ദ്രൻ MLA നേരിട്ട് ഫോണിൽ വിളിച്ചു പറയാൻ ശനിയാഴ്ച വായനക്കാർക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നാണ് അറിയിപ്പ്. ദേശാഭിമാനി പത്രത്തിലേക്ക് നോക്കിയാൽ കോടാലിയിലെ ഫുട്ബോൾ പ്രേമിയായ ബാബുവിനെ കുറിച്ചുള്ള കൗതുകകരമായ ഒരു സ്റ്റോറി കാണാം. അന്തരിച്ച പൊതുപ്രവർത്തകൻ PK അരവിന്ദാക്ഷനെ അനുസ്മരിച്ച വാർത്തയും CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ സംഘടിപ്പിച്ച ജാഗ്രത സദസ്സിന്റെ വിവരങ്ങളും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന പത്രവിശേഷങ്ങൾ. കൊടകരിയം പത്രവിശേഷത്തിന്റെ ഈ ഒരു അവതരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.